അപ്പൊ സ്നാക്സ് കൊടുക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നൊരു അമ്മയും മോനും കൂടെ പാൽപ്പല്ല് പറിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാൽപ്പല്ലൊക്കെ പറിച്ചിട്ട് നോക്കിയപ്പോൾ ചെറിയൊരു പുതിയ കേടും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അമ്മടുത്ത് പറഞ്ഞു, മോന്റെ വായിൽ പിന്നെയും പല്ല് കേട് വരുന്നുണ്ടല്ലോ, ബ്രഷിംഗ് ഒക്കെ പ്രോപ്പർ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, നല്ല 2 നേരം ബ്രഷ് ചെയ്യുന്നുണ്ട്, ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ മോനോട് കളിക്കുമ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ്, ഈവനിങ് എന്താ മോനെ കഴിക്കാൻ, വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ മോൻ പറയാ, അവൻ ബ്രെഡും ജാമും കേക്കും ബിസ്ക്കറ്റും ഒക്കെ ഇരുന്ന് കഴിക്കും, അത് കഴിഞ്ഞിട്ട് അവൻ കളിക്കാൻ പോകുന്നു. അപ്പൊ ഇത് കഴിഞ്ഞ് അവൻ കളിക്കാൻ പോകുമ്പോൾ അവൻ വാ കഴിക്കുമല്ലോ എന്നറിയില്ല. പിന്നെ ചോക്ലേറ്റ്സ് മാത്രം ആവശ്യമില്ല, നമ്മൾ ഈ ബ്രെഡും ജാമിലൊക്കെ മധുരമുണ്ട്. ഇപ്പൊ ബെറ്റർ നിങ്ങളിപ്പോ രാവിലെ വല്ല ദോശ ഇട്ടാ ദോശയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സോ നട്ട്സോ അല്ലെങ്കിൽ ബനാനയൊക്കെ പുഴുങ്ങിയതോ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഈ കേക്ക്സും ബിസ്ക്കറ്റ്സിലൊക്കെ ബൾക്കായിട്ട് കുട്ടി കഴിക്കും, ബാക്കിയുള്ള റെമനൻസ് ഒക്കെ വായിലുണ്ടാവും. അതും ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് സ്റ്റിക്കി ഫുഡ്സ് ആണ്. കുറെ നേരം പല്ലിൽ റീറ്റെയിൻ ആയിരുന്നു കഴിഞ്ഞാൽ ഒരു 40-30 മിനിറ്റ്സ് അത് റീറ്റെയിൻ ആയിരുന്നാൽ പോലും അത് ചെറിയ രീതിയിൽ പല്ലിന്റെ എനാമലിൽ കേടുവരുത്താൻ എല്ലാം ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ കുട്ടീനെ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിക്കുക. എല്ലാവരും വർക്കിംഗ് പാരന്റ്സ് അല്ലേ, കുട്ടീനെ ഇങ്ങനെ ഒന്നും ശ്രദ്ധിച്ചില്ല വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ രീതിയിൽ കുട്ടി കഴിക്കുന്നു എന്നേ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇതൊക്കെ വലിയ വലിയ ക്യാവിറ്റീസ് ആവും കുട്ടികളുടെ വായിൽ. അപ്പൊ സ്നാക്സ് കൊടുക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കണം.